ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആൽഫ്രഡ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നാളെ പേസ് അവസാനിക്കുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെ നാളെ പോകണു അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത്. എന്തൊക്കെ നിർബന്ധമായി എടുക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്ഡേറ്റിന് മുന്നേ കുറച്ച് സ്പേസൊക്കെ എല്ലാവരും റെഡിയാക്കി വെക്കുക. അപ്പോൾ അപ്ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോറേജ് ബേസൊക്കെ ഇല്ലാത്ത ഫോൺ വല്ലതും ആണെങ്കിൽ കുറച്ച് സ്റ്റോറേജ് പീസൊക്കെ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗെയിമിനുള്ളിൽ കയറിയിട്ട് ബാക്കിയെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഗെയിമിനുള്ളിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഈ 3 പ്ലേയേഴ്സ് ഈ ഷോപ്പിൻ്റെ അകത്തുള്ള നിർബന്ധം എടുക്കുക. ഓക്കെ, നിർബന്ധമായി കാർഡുകൾ എടുക്കുക. അടിപൊളി കാർഡുകളാണ്, 3 കാർഡുകളും അടിപൊളിയാണ്. ഹാൻഡ്സാക്കിയും പിന്നെ കുബ്മേനും പിന്നെ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഉറപ്പായി എടുത്തിരിക്കണം. അടിപൊളി കാർഡുകളാണ്. ഓക്കെ, പിന്നെ സ്റ്റാർട്ടർ സെറ്റ്സിൽ നാളെ ചിലപ്പോൾ വലുത് ആഡാവാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ കരുതി വെക്കുക. ഓക്കെ, പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ നാളെ പ്ലെയർ ഓഫ് ദി വീക്ക് എല്ലാം വരുന്നതായിരിക്കും. പിന്നെ നാളെ പേസ് അവസാനിക്കുകയാണ്. ഓക്കെ, എനിക്ക് എന്തെങ്കിലും പ്ലെയറിനെ കിട്ടില്ല. ഞാൻ മാക്സിമം നോക്കി എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പാണ്. റാങ്കിങ് ഒക്കെ വളരെ മോശം റാങ്കിങ് ആണ്. ഒരു കളി ലാസ്റ്റ് തോറ്റു ഗൈസ്, അതൊരു വളരെ വലിയൊരു പണിയാണ് കിട്ടി. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ പറയാനാണെങ്കിൽ മാക്സിമം 1 മില്യൺ റാങ്കിങ്ങിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ 1 മില്യൺ റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് സേഫ് 500 ഇതാണ് സേഫ്. ഓക്കെ, മാക്സിമം എല്ലാവരും അതിലേക്ക് എത്തിക്കാൻ നോക്കുക. ഓക്കെ, പിന്നെ എയിൽ പറയുകയാണെങ്കിൽ വല്ല പ്രൈസിനൊക്കെ കിട്ടണമായിരുന്നു, ശരിക്കും ആഡ് ചെയ്യണമായിരുന്നു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ആദ്യ സീസണാണ്. ഓക്കെ, അത്ര വലിയ മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല, കളിക്കാൻ ടൈമില്ല വൈസ്. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലെയർ ഓഫ് ദി വീക്ക് ഫ്രീ ട്രൈ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമേഴ്സിനൊന്നും ഈ ഫ്രീ ട്രൈൻ്റെ കാര്യമൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ആഴ്ചത്തെ ഫ്രീ ട്രൈൻ്റെ ഇതിവിടെ ഉണ്ട്. പിന്നെ ഡ്രോപ്പ് ബേയുടെ കളിച്ചെടുക്കാത്തവർക്ക് ഇവിടെ ഇവൻറ്റും ഉണ്ട്, അതെടുത്ത് കളിച്ച് തീർക്കുക. പിന്നെ ഇതും മാക്സിമം എല്ലാവരും കളിച്ച് തീർക്കുക. ഓക്കെ, പിന്നെ ഇതും മാക്സിമം എല്ലാവരും കളിച്ചെടുക്കുക. തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച റീഫ്രഷ് ആവുള്ളൂ. 5 സ്റ്റാറാണ്. അപ്പോൾ അത് ഞാൻ പറയാം, കോൺട്രാക്റ്റിൽ ചെന്നിട്ട് ബാക്കി പറയാം. പിന്നെ നമ്മുടെ കോയിൻ ഇവൻറ്റ് കളിച്ചെടുക്കാത്തവർ കളിച്ചെടുക്കുക. ഇത് പിന്നെ ഇതും കൂടി കളിച്ചോ, അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തേക്ക് വെച്ചാൽ മറന്നും പോയി അതും പോവും. മാക്സിമം അതും എല്ലാവരും കളിച്ചെടുക്കുക. ഓക്കെ, പിന്നെ മൈ ലീഗ് സീസൺ അതൊക്കെ ഇവിടെ നമുക്ക് കോൺട്രാക്റ്റിലേക്ക് പോവാം. കോൺട്രാക്റ്റിൽ നാളെ അവസാനിക്കുന്ന പാക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ കോൺട്രാക്റ്റിൽ നാളെ നമ്മുടെ സ്പാനിഷ് ലീഗ് സീസൺ ബെസ്റ്റ് പ്ലേയേഴ്സ് ഇവർ 3 അടിപൊളി കാർഡാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ എംബാപ്പയ്ക്കും യമാലിനും വേണ്ടിയിട്ട് മാത്രം പോവായിരിക്കും നല്ലത്. പോയാലും തേച്ചൊട്ടിക്കും കാണാൻ നല്ല ലക്ക് വേണം ഗൈസ്. ഓക്കെ, ഒരു 6000 കോയിൻസിലുള്ളവർക്ക് എന്തായാലും ഒരെണ്ണമെങ്കിൽ കിട്ടാണ്ടിരിക്കില്ല എന്തായാലും. പിന്നെ ഒഡേഗാർഡിൻ്റെ പാക്ക് അവസാനിക്കുകയാണ്. വേണ്ടവർക്ക് ഫ്രീ ട്രൈ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിന് വേണ്ടി കോയിൻസ് പൊട്ടിക്കുക എന്ന് വെച്ചാൽ അത് റിസ്ക്കാണ്. പിന്നെ പറയാനുള്ളതാണെങ്കിൽ അടുത്ത സ്പാനിഷ് ലീഗിൻ്റെ ഒരു പാക്ക് ഉണ്ട്, POT മരത്തെ. അത് വേണമെങ്കിൽ ഇറക്കാൻ അത്യാവശ്യം നല്ലൊരു പ്ലേയേഴ്സിൻ്റെ അകത്തുണ്ട്. 3 ഓർഡർ വരെ അടിപൊളി പ്ലേയേഴ്സാണ് ഫുള്ള്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാവരും ഈ കോട്ടുവേൻ്റെ കാർഡൊക്കെ അടിപൊളി കാർഡാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും കറക്കിയെടുക്കാൻ നോക്കുക. അപ്പോൾ അത് കോയിൻ കളയണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേൾഡ് കപ്പൊക്കെ വരാൻ പോകുന്നു. എൻ്റെ കയ്യിൽ കോയിൻസ് 1600 കോയിൻസ് ഉണ്ടായിരുന്നു. കൂട്ടുകാർ വന്നപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ പാക്ക് ഇറക്കിയപ്പോൾ അങ്ങനെ പോയി. പിന്നെ നമുക്ക് റിസാൾട്ട് പാക്ക് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, അത് വേണ്ടവർ ഇറക്കിയാൽ മതി, അത്ര ക്രേസ് ഉള്ളവർ ഇറക്കുക, അല്ലാത്തവർ നിർത്തുക, അത്ര തന്നെ പറയുള്ളൂ. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ഇതായിരുന്നു, അത്യാവശ്യം നല്ല പ്ലേസുള്ള പാക്കാണ്. അപ്പോൾ ഫ്രീ ട്രൈ കറക്കുക, അല്ലാണ്ട് കോയിൻസ് പൊട്ടിക്കേണ്ട ഒരു ആവശ്യത്തില്ല. വേണ്ടത് കറക്കിയാൽ മതി ഗൈസ്. കോയിൻസ് പൊട്ടിക്കാൻ ഭാഗത്തിനുള്ള അത്ര പ്ലേയേഴ്സൊന്നുമില്ല. ഓക്കെ, എനിക്കിതിൽ നിന്ന് ബ്രൂണോനെ കിട്ടിയത്. അപ്പോൾ കോയിൻസ് പൊട്ടിക്കേണ്ട രീതിക്കൊന്നുമില്ല. പിന്നെ ഡ്രോപ്പ് ബേഡായാലും കോയിൻസ് പൊട്ടിക്കേണ്ട ഒരാവശ്യമില്ല. ഫ്രീ ട്രൈ ഇറക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടും, അല്ലെങ്കിൽ
കിട്ടേണ്ട ആവശ്യമില്ല. അത്ര ക്രേസ് ഉള്ളവർക്ക് ഇതിലും പോവാം. ഓക്കെ, പിന്നെ അടുത്ത ലാസ്റ്റ് വീക്കാണിത് ഈ ക്യാമ്പയിൻ്റെ 9th ആനിവേഴ്സറീൻ്റെ ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഒരു പ്ലെയറിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് എന്തായാലും ഡിലീറ്റിനെയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ഡോക്കുവിൻ്റെ ബാക്ക് അത് എന്തായാലും ഉണ്ടാവും 2 വയസ്സും കൂടി. പിന്നെ ഇതാണ് അടിപൊളി കാർഡാണ് ഗൈസ്, നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളും ഈ കാർഡിന് കയറും. അപ്പോൾ മാക്സിമം എല്ലാവരും കാർഡ് കടിച്ചെടുക്കാൻ നോക്കുക. ഓക്കെ, മാക്സിമം എല്ലാവരും ഇതിനു വേണ്ടി പോവുക, അതന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ ഇത് അവസാനിക്കും, ഇതിന് വേണ്ടവർക്കൊക്കെ എടുക്കാം. ഇത് അല്ലേ 14 ദിവസം കൂടി ഉണ്ട്. ഓക്കെ, 2 14 ഉണ്ട്. അപ്പോൾ ഈ പാക്കിൽ നിന്ന് ഗോൾ കീപ്പറും ഈ ഫസ്റ്റ് ഓർഡർ കിടക്കുന്ന 4 പേരും അടിപൊളിയാണ്. അപ്പോൾ വേണ്ടവർക്ക് എടുക്കുന്ന ഗോൾ കീപ്പർ 202 സെൻറ്റിമീറ്ററാണ്. ഞാൻ ഗോൾ കീപ്പറിനെ എടുത്തത് ഇനിയുണ്ട്. അപ്പോൾ നാളെ റീഫ്രഷ് ആയി വരുന്ന പാക്കിൽ നമുക്ക് പുതിയത് ഞാൻ എടുക്കുന്നതായിരിക്കും. പിന്നെ ജോങ്കാശേൻ്റെ ഈ സ്പാനിഷ് ലീഗ് April 26 വരെയുള്ള പ്ലേസിൻ്റെയൊക്കെ ഒരു അടിപൊളി കാർഡ്സ് ഉണ്ട്. ചൗമനിയുടെ കാർഡ്, ആങ്കർമാൻ അടിപൊളി കാർഡാണ്. ഇപ്പോൾ മാക്സിമം അതിന് വേണ്ടി പോകും എല്ലാവരും. ഓക്കെ, പോകണമെന്നുണ്ട് എന്നാൽ കോയിൻസ് സേവ് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ക്ഷമിച്ച് പിടിച്ചിരിക്കുക, വേൾഡ് പാക്സ് ഒക്കെ വരും. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും ആഡും ചെയ്തിട്ടില്ല, പോകാനും അത്രയ്ക്കൊന്നും ഇല്ല തോന്നുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം, കോയിൻ സേവ് ചെയ്ത് വെക്കുക. അടുത്ത അടിപൊളി മാനേജറൊക്കെ വരും, കപ്പലോനേക്കാട്ടും നല്ല അടിപൊളി മാനേജർ വരുന്നതായിരിക്കും ഇനിയിപ്പോൾ. അപ്പോൾ നമ്മുടെ പിന്നെ പറയാനുള്ളത് ഈ കൊണാമി ലിങ്ക് ക്യാമ്പയിനാണ്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കുക, വെറുതെ കളയേണ്ട ഗൈസ്. വല്ല പ്ലേയേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ അകത്ത് ഇത് സേവ് ചെയ്യുന്ന പോയിൻ്റ് ഇതിൻ്റെ അകത്ത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പയർ ആയി പോകും ഗൈസ്. ഓക്കെ, ഇൻബോക്സിൻ്റെ അകത്ത് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അപ്ഡേറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ബൈ ഗായ്സ്.